വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഗലീലക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലക്കാരേക്കാൾ കൂടുതൽ പാപികളായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്നു ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. യഥാർത്ഥ മരിയഭക്തി നമ്പർ 81-82. നമ്മോട് തന്നെ മരിക്കാൻ നമുക്ക് മറിയത്തിൻ്റെ സഹായം വേണം. അഹന്തയെ കീഴടക്കാൻ നാം അനുദിനം നമ്മോട് തന്നെ മരിക്കണം. ഇതിനുവേണ്ടി നമ്മുടെ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ആഗ്രഹങ്ങളെ നാം പരിത്യജിക്കണം. കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ടതില്ല. ഭൗതിക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അവയോട് പ്രത്യേക മമത സൂക്ഷിക്കേണ്ടതില്ല. ഇക്കാര്യമാണ് പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുക എന്നതുകൊണ്ട് വിശുദ്ധ പൗലോസ് അർത്ഥമാക്കുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. നാം ആത്മനിഗ്രഹം അഭ്യസിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഭക്തികൃത്യങ്ങൾ ഏറ്റവും ആവശ്യവും ഫലദായകവുമായ ഈ മരണത്തിലേക്ക് നമ്മെ നയിക്കുന്നില്ലെങ്കിൽ നാം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുകയില്ല. നമ്മുടെ ഭക്തികൃത്യങ്ങൾ ഉപയോഗശൂന്യമാകുകയും ചെയ്യും. നമ്മുടെ എല്ലാ സത്പ്രവൃത്തികളും സ്വന്തം ഇച്ഛയുടെ താല്പര്യങ്ങളാലും സ്വാർത്ഥ സ്നേഹത്താലും കളങ്കപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും മികച്ച സത്പ്രവൃത്തികൾ പോലും ദൈവത്തിന് അസ്വീകാര്യമാകും. തന്മൂലം മരണസമയത്ത് നാം സുഹൃതങ്ങളും യോഗ്യതകളുമില്ലാത്തവരായി കാണപ്പെടും. തങ്ങളോട് തന്നെ മരിച്ച് ഈശോയിൽ തങ്ങളുടെ ജീവിതം മറച്ചു വച്ചവർക്ക് ദൈവം പങ്കുവയ്ക്കുന്ന നിർമ്മല സ്നേഹത്തിൻ്റെ ഒരു പൊരി പോലും നമ്മളില്ലെന്ന് നാം തിരിച്ചറിയും. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തോടുള്ള വിവിധ ഭക്ത്യാഭ്യാസങ്ങളിൽ നമ്മോട് തന്നെ മരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഭക്ത്യാഭ്യാസം വേണം നാം തിരഞ്ഞെടുക്കാൻ. ഇതാണ് നമുക്ക് ഏറ്റവും മികച്ചതും നമ്മെ ഏറ്റവും കൂടുതൽ വിശുദ്ധീകരിക്കുന്നതും. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പിതാവിൻ്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവെ, ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിൻ്റെ വാഗ്ദാനമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗീയ പ്രകാശത്തിൻ്റെ കതിരെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗീയ നീരുറവയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സതുപദേശത്തിൻ്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അറിവിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിനയത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിൻ്റെ അരൂപിയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ ആത്മാക്കളിലേക്ക് വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി അവയിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുക്കിക്കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലൂടെ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ. നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയെ, മാനവനുത്സവദായികയെ. ദൈവികമാം പനിനീർ സുമമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ. പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
ദുരിതരുടെ രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി ഭാരത സഭയുടെ രാജ്ഞി അമലോത്ഭവയാം രാജ്ഞി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി സ്വർഗാരോപിതരാജ്ഞി പ്രാർത്ഥിക്കണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ പാപം പൊറുക്കേണമേ നാഥ പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ ഞങ്ങളിൽ കനിയേണമേ നാഥ ഞങ്ങളിൽ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരായ ഞങ്ങൾക്ക് ആത്മശരീരങ്ങളുടെ നിത്യസൗഭാഗ്യം അനുഭവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വത്തിലുള്ള മധ്യസ്ഥത്താൽ ഇന്നുള്ള ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായി നിത്യാനന്ദം പ്രാപിക്കാൻ ഈ പ്രാർത്ഥനകൾ ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രഭയോലും സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതീ നീ അനുഗ്രഹീത, പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. ഗബ്രിയേലന്ന് സ്വസ്തി ചൊല്ലി മോദമോടതു നീ സ്വീകരിച്ചു, ശാന്തിയുറപ്പേകിയല്ലോ ഹവ്വതൻ നാമം മാറ്റി കുറിച്ചതന്നേ. സമുദ്രതാരമേ സ്വസ്തി, ദൈവമാതീ നീ അനുഗ്രഹീത, പാപലേശമേശിടാത്ത കന്യേ ധന്യേ, സ്വർഗവിശ്രാന്തി തൻ കവാടമേ നീ. ചങ്ങല പൊട്ടിച്ചെറിയൂ നീ, അന്ധതയിൽ ജ്യോതി സാകുതായേ. സർവരോഗ